ഈ വാഹനത്തിലായി, തുറന്ന വാഹനത്തിലായി നമ്മുടെ നഗരിയിലേക്ക് കടന്നു വരുന്നു. ആവേശം അടിയലച്ചുയരട്ടെ. പ്രിയപ്പെട്ട രാഹുൽജിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയായ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, നമ്മുടെ സമാധാനത്തിന്റെ പ്രതീകം, മതേതരത്വത്തിന്റെ പ്രത്യാശ, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് രോഹിത്തിന്റെയും ഫിറോസ് കുന്നംപറമ്പിലിന്റെയും അകമ്പടിയോടുകൂടി ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പോലീസ് ഉദ്യോഗസ്ഥരുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ക്രോഡീകരിക്കുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഈ മഹത്തായ വേദിയിലേക്ക്, പ്രിയപ്പെട്ട രാഹുൽജി നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രതീക്ഷ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീകം, മതേതരവാദികളുടെ കണ്ണിലെ കൃഷ്ണമണിയായ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രാഹുൽജി വെൽക്കം, വെൽക്കം, വെൽക്കം രാഹുൽജി, വെൽക്കം. ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി. എല്ലാവരും കൈ ഉയർത്തി പ്രത്യഭിവാദ്യം ചെയ്യുക പ്രിയപ്പെട്ട രാഹുൽജിയെ. ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്നും ബഹുമാനപ്പെട്ട രാഹുൽജിയെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. വാമലി വെൽക്കം രാഹുൽജി, ഹിസ്റ്റോറിക്കൽ പൊന്നാനി. വളരെ ചൂടുള്ള സമയത്ത് എനിക്ക് വേണ്ടി കുറച്ച് സമയം കാത്തിരുന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. Everybody understands the economic and employment situation in the country today. ഈ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയെക്കുറിച്ചും എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. Everybody knows it is a disaster. വിനാശകരമായിട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. Our biggest strength, our economy, our harmony has vanished. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന നമ്മുടെ സമ്പദ്ഘടന, അതുപോലെ തന്നെ നമ്മുടെ പരസ്പര സ്നേഹം, അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. I want to ask you, what is the point of a country or a state that cannot give youngsters jobs? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി നമ്മൾ നിൽക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? What is the point of a state or a country that only takes from its people? നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ നിന്നും മാത്രം സ്വീകരിക്കുന്ന, അവരിൽ നിന്ന് കവർന്നെടുക്കുന്ന മാത്രം ഒരു രാജ്യമായി നമ്മൾ മാറിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ആർക്കൊന്നും കൊടുക്കാതെ. After all, the job of any government is to provide to its people. ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ജോലി അവിടുത്തെ ജനങ്ങളെ നോക്കിക്കാണുക, നോക്കി സംരക്ഷിക്കുക എന്നുള്ളതാണ്. To give its people a vision for the future. ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് നൽകുക എന്നുള്ളതാണ് സർക്കാരിന്റെ ജോലി. What sort of vision are you going to give to youngsters if you can't give them a job? ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പഠനം ഉണ്ടാക്കി അവർക്ക് ജോലി നൽകാതെ എന്ത് കാഴ്ചപ്പാടാണ് നിങ്ങൾ നൽകാൻ പോകുന്നത്? What are you expecting them to do? അപ്പൊ അവരിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവരെന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു ജോലിയും നൽകാതെ അവരെ ഇങ്ങനെ വിട്ടാൽ അവരിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? You want them to sit at home? അവർ വീട്ടിലിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? You want them to sleep all day? You want them to sleep all day?
നിങ്ങൾ അവരെല്ലാം ഇങ്ങനെ അവഗണിച്ചു തൊള്ളാനാണോ ഉദ്ദേശിക്കുന്നത്? Today, Kerala is unable to give its youngsters a future. ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു ഭാവി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. This is the reality. ഇതാണ് യാഥാർത്ഥ്യം. We can make whatever excuses we want, we can say anything we want, but this is the reality. എന്തെല്ലാം ക്ഷമ നിങ്ങൾ ചോദിക്കാനും തിരക്കേടില്ല, ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ക്ഷമ രീതിയിൽ മുന്നോട്ട് പോകാൻ തിരക്കേടില്ല. And ഇതാണ് യാഥാർത്ഥ്യം. this is also the reality of India. ഇത് ഇന്ത്യയുടെയും യാഥാർത്ഥ്യമാണ്. You do demonetization, you do GST, you pass 3 farm laws, you just keep taking from your people. നിങ്ങൾ നോട്ട് നിരോധിച്ചു, നിങ്ങൾ അശാസ്ത്രീയമായി GST നടപ്പിലാക്കി, കൃഷിക്കാർക്കെതിരായിട്ട് 3 നിയമങ്ങൾ നിങ്ങൾ പാസാക്കി. ഇങ്ങനെ ഓരോ നടപടിയിലൂടെയും നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും കവർന്നെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. Demonetization, money went from your pocket. നോട്ട് നിരോധനത്തിലൂടെ നമ്മുടെ കീശയിൽ നിന്നും പണം അവർ എടുത്തു. GST went from your pocket. GST-യിലൂടെ നമ്മുടെ കീശയിൽ നിന്നും അവർ പണമെടുത്തു. Farm bills, it went from your pocket. കാർഷിക നിയമങ്ങളിലൂടെ കൃഷിക്കാരന്റെ കയ്യിൽ നിന്നും അവർ പണമെടുക്കും. Prices go up, it goes from your pocket. വിലക്കയറ്റത്തിലൂടെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം അവർ എടുക്കുകയാണ്. Petrol price, diesel price goes up, it goes from your pocket. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലക്കയറ്റത്തിലൂടെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും അവർ കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. What are you getting back? എന്താണ് ബാക്കി തരുന്നത് നിങ്ങൾക്ക്? You keep giving this money, what are you getting back? I want to understand. നിങ്ങൾ ഈ സർക്കാരിന് നികുതി കൊടുക്കുന്നു, പണം നൽകിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് എന്താണ് സർക്കാർ തിരിച്ചു തരുന്നത്? You're not getting jobs. നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. The economy is not moving. സർക്കാർ മുന്നോട്ട് പോകുന്നില്ല. So what are you getting? എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? Nothing. ഒന്നുമില്ല. Excuses. വെറും ക്ഷമാപണം. I don't want to go into why we are where we are. I don't want to go into the details of why the left front has brought us here. വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I will give them a free pass on that. ഞാൻ ആ കാര്യങ്ങൾ വിട്ടുകളയുകയാണ്. I will not even discuss that right now. ഞാൻ ആ കാര്യം ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല. I will let them go away free. അവര് അങ്ങനെ ആ കാര്യത്തിൽ വെറുതെ വിടാൻ ഞാൻ അവരെ വെറുതെ വിടാൻ ആഗ്രഹിക്കുകയാണ്. But I have the right to ask what they are offering for the future. പക്ഷേ എനിക്ക് അവരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് കൃത്യമായിട്ട്. എന്താണ് ഭാവിയെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ? In the next 10 minutes, I will tell you what the UDF is offering. നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യും ഇവർക്ക് വേണ്ടി എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കും. And I will make it crystal clear what we are going to do. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി പറയാം ഞങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം ഞങ്ങൾ പറയും. There will be no doubt in your mind. അതിനെക്കുറിച്ചൊരു സംശയം എന്റെ മനസ്സിലില്ല. After that, I want you to go and I want you to ask the people in the left front, ask the people in the BJP, how are they going to solve the job problem and the economic problem? ഞാൻ ഇതെല്ലാം വിശദീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനുശേഷം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷത്തോട്, BJP-യോട്, അവരെങ്ങനെയാണ് തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ പറയണമെന്നുള്ളത്. I am not going to give you words, I am going to give you a proposal. ഞാൻ നിങ്ങൾക്ക് വാക്കുകൾ നൽകുകയല്ല ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായ പദ്ധതികൾ സമർപ്പിക്കുകയാണ്. With numbers attached to it. കണക്ക് സഹിതം, കൃത്യമായിട്ടുള്ള എണ്ണം സഹിതം, കണക്ക് സഹിതം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. And I am going to tell you how it is going to solve Kerala's problem. അത് ആ പദ്ധതിയിലൂടെ എങ്ങനെയാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോവുകയാണ്. So the first thing to understand, there is a car standing there. If you want that car to move, you have to put petrol in the fuel tank. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ ഒരു കാർ നിൽക്കുന്നുണ്ട്. ആ കാർ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആ കാറിന്റെ ഫ്യൂൽ ടാങ്കിൽ പെട്രോൾ നിറക്കണം, എന്നാലേ കാർ മുന്നോട്ട് പോകും. The same way, if you want an economy to move, you have to put petrol, fuel into the economy. അതേ രീതിയിൽ നമ്മുടെ സമ്പദ്ഘടന മുന്നോട്ട് കുതിച്ചുചാടണമെങ്കിൽ നിങ്ങൾ സമ്പദ്ഘടനയിൽ പെട്രോൾ ഒഴിക്കണം. What is the fuel of economy? എന്താണ് സമ്പദ്ഘടനയിലെ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? What is the fuel that makes the economy work? എങ്ങനെയാണ് സമ്പദ്ഘടന മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള
ഇന്ധനം എന്താണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? It is money in your pocket. അത് ലളിതമാണ്. നിങ്ങളുടെ ഓരോരാളുടെയും കയ്യിൽ പണം എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. It's simple. If you have money in your pocket, the economy will work. If you don't have money in your pocket, no economic activity will take place. വളരെ ലളിതമാണ്. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ സമ്പദ്ഘടന മുന്നോട്ട് പോകും. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ സമ്പദ്ഘടന തകർന്നു പോകും. So today what is happening? The chief minister is sitting in the car. There is no fuel in the car. He keeps turning the key and the engine does not start. ഇന്നെന്താണ് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി ഒരു കാറിലിരിക്കുകയാണ്. കാറിൽ പെട്രോൾ ഇല്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ കാറിന്റെ കീ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചിട്ട് കാര്യമില്ല. എത്ര തിരിച്ചാലും വണ്ടി മുന്നോട്ട് പോകുന്നില്ല. മുഖ്യമന്ത്രി ആ കാറിൽ തന്നെ ഇരുന്നുകൊണ്ടേയിരിക്കുകയാണ്. Nothing happens. ഒന്നും സംഭവിക്കുന്നില്ല. Then he presses the accelerator. ആക്സിലറേറ്റർ പ്രസ് ചെയ്ത് പിന്നീട് അമർത്തി. എന്നിട്ടും കാർ മുന്നോട്ട് പോകുന്നില്ല. Nothing happens. ഒന്നും സംഭവിക്കുന്നില്ല. Why? Because there is no petrol in the economy. എന്തുകൊണ്ടാണ്? ലളിതമായ ഉത്തരം, നമ്മുടെ സമ്പദ്ഘടനയിൽ പെട്രോൾ ഇല്ല. അങ്ങനെ ഇല്ലാതെ എത്ര വണ്ടി മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചാലും നീങ്ങുകയില്ല. So what are we going to do? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? The first thing we will do is we will put petrol into the economy. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സമ്പദ്ഘടനയിൽ പെട്രോൾ ഒഴിക്കാനാണ്. What does it mean? We will put money in your pocket. അതിന്റെ അർത്ഥം നിങ്ങളുടെ എല്ലാം കയ്യിലേക്ക് നമ്മൾ പണം എത്തിക്കുക എന്നുള്ളതാണ്. We call it Nyay Yojana. അതിനെയാണ് നമ്മൾ ന്യായ് പദ്ധതി എന്ന് വിളിക്കുന്നത്. Justice. നീതി. We are going to put 6,000 rupees every month, 72,000 rupees every year into every poor person's bank account. നമ്മള് എല്ലാ മാസവും 6,000 രൂപ, ഒരു വർഷം 72,000 രൂപ ഓരോ പാവപ്പെട്ടവന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ന്യായ് പദ്ധതിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. So now you imagine it. Now you close your eyes and you imagine. നിങ്ങൾ ഇനി കണ്ണു തുറന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. Today if you think about all the bank accounts in Kerala, there will be many thousands, lakhs of bank account with zero money in it. നിങ്ങൾ ഇന്ന് കേരളത്തിന്റെ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആലോചിച്ച് നോക്കിക്കോ. അതിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ ശൂന്യമായ അക്കൗണ്ടുകളായിരിക്കും. The moment Nyay Yojana is passed into law, there will be no bank account in this state which will have less than 72,000 rupees a year. ഈ ന്യായ യോജന പദ്ധതി നടപ്പിലാക്കുന്നതോടെ, പാസ്സാക്കുന്നതോടെ ഒരാളുടെ അക്കൗണ്ടിലും 72,000-ൽ കുറഞ്ഞ രൂപ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. No fisherman, no farmer, no laborer will have less than 72,000 rupees a year in his bank account. ഒരു മത്സ്യത്തൊഴിലാളിയും ഒരു കർഷകനും ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെയും ബാങ്ക് അക്കൗണ്ടിൽ 72,000 രൂപയിൽ കുറഞ്ഞ അക്കൗണ്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഞങ്ങൾ പറയുകയാണ്. But that's not the only fuel we are going to put in the system. അത് മാത്രമല്ല, ഞങ്ങൾ ഈ പദ്ധതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ധനം, We are going to put 2,000 rupees a month allowance to homemakers. നമ്മുടെ വീട്ടമ്മമാർക്ക്, 40-60 വയസ്സിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് എല്ലാ മാസവും 2,000 രൂപ വീതം കൊടുക്കുന്നത് കൂടി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. We are going to increase the welfare pension to 3,000 rupees a month. എല്ലാ ക്ഷേമ പെൻഷനുകളും 3,000 രൂപയാക്കി നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. We are going to give minimum support price for paddy, coconut, milk, rubber, pepper and cardamom. നമ്മുടെ ഉൽപ്പന്നങ്ങളായ നെൽകൃഷി, നാളികേര കൃഷി, റബ്ബർ കൃഷി, കുരുമുളക് കൃഷി തുടങ്ങിയ എല്ലാത്തിനും നമ്മൾ മിനിമം സപ്പോർട്ട് ന്യായവില ഉറപ്പാക്കിയിരിക്കുന്നതാണ് ഏറ്റവും മറ്റൊരു പ്രഖ്യാപനം. Now there will be petrol in the system. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഘടനയിൽ പെട്രോൾ ഉണ്ടാവും. What will you do? What will you do? നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? You will take the money that we have given you and you will spend it. ഞങ്ങൾ തരാൻ പോകുന്ന പണം നിങ്ങൾ വെറുതെ സൂക്ഷിച്ചു വെക്കുകയല്ല, നിങ്ങൾ ചെലവഴിക്കും. Fuel will go into the engine. അപ്പൊ എഞ്ചിനിലേക്ക് ഈ എണ്ണ പോകും. You will buy things. നിങ്ങൾ സാധനങ്ങൾ വാങ്ങും. Shoes, shirts, t-shirts, pants, phone, whatever you buy.
ഷൂസും ഷർട്ടും ടീഷർട്ടും അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം നിങ്ങൾ വാങ്ങാൻ തുടങ്ങും. Demand will be created for these things. അപ്പൊ ആവശ്യം കൂടും. ഈ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടിക്കൊണ്ടേയിരിക്കും. People will need to create these things, make these things. ഈ സാധനങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ കൂടുതലായി നിർമ്മിക്കേണ്ടതായിട്ട് വരും. And the factories will start working. അപ്പൊ ഫാക്ടറികൾ കൂടുതലായി പ്രവർത്തിക്കാൻ തുടങ്ങും. The factories are then going to take your children and give them employment. അപ്പൊ നിങ്ങളുടെയൊക്കെ മക്കളെ ഫാക്ടറികൾ ജോലിക്ക് വേണ്ടി എടുക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടാവും. And a positive economic cycle will start. അങ്ങനെയാണ് ഒരു സാമ്പത്തിക വൃത്തം ഇങ്ങനെ തിരിയാൻ തുടങ്ങുന്നത്. So when our chief minister goes and he turns the key, the engine will start and the car will start to move. അങ്ങനെയെല്ലാം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി പോയി കാർ തുറന്ന് കാറിന്റെ കീ ഒന്ന് അമർത്തിയാൽ കാർ സ്റ്റാർട്ട് ചെയ്യപ്പെടും, വണ്ടി മുന്നോട്ട് നീങ്ങും. And we will be able to give a dream to the youngsters of Kerala. നമുക്ക് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു സ്വപ്നം നൽകാൻ കഴിയും. We will be able to give them a job. അവർക്ക് ജോലി നൽകാൻ കഴിയും. We will give them a new imagination. അവർക്ക് പുതിയ ഭാവനാസമ്പന്നമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നൽകും. And Kerala will become an example once more for the rest of India. ഒരു പ്രാവശ്യവും കൂടി ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയായി കേരളം മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ കാര്യം. Because if it works in Kerala, then it will work in India. കാരണം ഇത് കേരളത്തിലെ പ്രവർത്തന ശ്രമം വിജയമായാൽ ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലും വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. So that is a clear-cut proposal. ഇതാണ് ഒരു കൃത്യമായിട്ടുള്ള നമ്മുടെ പദ്ധതി. This is not empty words. We've done the calculation, we've done the maths behind it. ഇതിനുവേണ്ടി എല്ലാവിധമായ കണക്കുകൂട്ടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, എല്ലാ പരിശോധനകളും നടത്തിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. Now I want you to go to the CPM, to the left front, to the BJP and the RSS and ask them. Congress has put a proposal. They have given an answer to Kerala's job problem. They have given an answer to the economic problem. What is your answer? എന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇതെല്ലാം കോൺഗ്രസ് ചെയ്യുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, UDF ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തോടും BJPയുമായിട്ടാണ്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് നിനക്ക് പറയാനുള്ളത് ഈ പദ്ധതിയെക്കുറിച്ച്? And I guarantee you 100% there will be no answer. ഞാൻ 100% നിങ്ങളോട് ഉറപ്പ് പറയാം, അവർക്ക് യാതൊരു ഉത്തരവും ഇതിനുണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The left front today allows the youth of Kerala to sit in front of the assembly begging for jobs. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലെ യൗവനത്തെ ചെറുപ്പക്കാരെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മുട്ടിലെഴയാൻ ഇരുത്തുകയായിരുന്നു അവർ ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. And while they are made to beg for jobs, the left front gives its own people their jobs. എന്തിനാണ് അവര് ഒരു ജോലിക്ക് വേണ്ടി യാചിക്കുമ്പോൾ, അർഹതപ്പെട്ട 10,000-കണക്കിന് ചെറുപ്പക്കാർ ഒരു ജോലിക്ക് വേണ്ടി യാചിക്കുമ്പോൾ ഇടതുപക്ഷക്കാർ അവരുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ജോലി കൊടുക്കുന്ന തിരക്കിലായിരുന്നു എന്നുള്ളതാണ് കാര്യം. Doesn't matter if you're a complete failure. If you failed all your exams, it doesn't matter. If you're in the left front, you will get a job. നിങ്ങൾ എല്ലാ പരീക്ഷയിലും തോറ്റാലും തിരക്കടില്ല, നിങ്ങൾക്ക് ഒരു അർഹതയിലും തിരക്കടില്ല. നിങ്ങൾ ഇടതുപക്ഷക്കാരനാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്നാണ് കേരളത്തിലെ സ്ഥിതി. How will you pay for the job? Oh, the people of Kerala will pay for the job. How will the job be paid for? The people of Kerala will pay for the left front workers' job. എങ്ങനെയാണ് ഇവർക്ക് എങ്ങനെയാണ് ജോലി കിട്ടുക? കേരളത്തിലെ ജനങ്ങളാണ് ഇവർക്ക് ജോലി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. This is not just an insult to the youngsters sitting in front of the assembly. This is an insult to every single Kerala mother. ഇത് ഓരോ കേരളീയനോടുമുള്ള അപമാനമാണ്. ഇത് ഓരോ ചെറുപ്പക്കാരനോടും അവരുടെ സെക്രട്ടേറിയറ്റിലെ ചെറുപ്പക്കാരനോടുള്ള അനീതിയാണ്, അപമാനമാണ്. Who dreams of a future for her child. It's an insult to every mother who dreams of a future for her child. ഇത് ഓരോ അമ്മമാർക്കുമുള്ള അനീതിയാണ്. അവരുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്ന ഓരോ അമ്മമാരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. Now I want you to understand something very clearly. എനിക്ക് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുണ്ട്. We are not doing you any favor. നിങ്ങൾക്ക് ഒരു ഔദാര്യവുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. We are not giving you any gift. നിങ്ങൾക്കൊരു സമ്മാനവും ഞങ്ങൾ തരുന്നില്ല. Don't think that suddenly Congress party has decided to give you a gift of 6,000 rupees. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾക്ക് 6,000 രൂപയുടെ ഒരു സമ്മാനം ഞങ്ങൾ തരികയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. No. അല്ല.
We understand that the only way we can start the engine is by your help. നിങ്ങൾക്ക് ശക്തിപ്പെടുത്തിയാൽ നിങ്ങളെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഈ എഞ്ചിൻ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. And if you think that this is our idea, you're wrong. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഞങ്ങളുടെ ആശയമാണ്. അങ്ങനെ വിചാരിച്ചാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും. See, I have a list here in my hand. ഇവിടെ എന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. All the things that we have committed in our manifesto. നമ്മുടെ മാനിഫെസ്റ്റോ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അതിന്റെ ലിസ്റ്റാണ് എന്റെ കയ്യിലുള്ളത്. We didn't come up with this. ഇത് നമ്മൾ കൊണ്ടുവന്നതല്ല. The people of Kerala told us this. കേരളത്തിലെ ജനങ്ങൾ നമ്മോട് പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഈ ലിസ്റ്റിലുള്ളത്. This is not our list. This is your list. ഇത് UDF-ന്റെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ ലിസ്റ്റ് അല്ല. ഇത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ലിസ്റ്റാണ് UDF-ന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. You told us that you want a subsidy for auto drivers. നിങ്ങൾ ആവശ്യപ്പെട്ടു ഓട്ടോ ഡ്രൈവർമാർ, വളരെ കഷ്ടപ്പെടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അവർക്ക് സബ്സിഡി കൊടുക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. You told us there should be no deal with American companies and trawlers. നിങ്ങൾ പറഞ്ഞു അമേരിക്കൻ കമ്പനികളുമായിട്ടും ട്രോളറുമായിട്ടും ഒരു രഹസ്യ കച്ചവടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. We just came and spoke to you. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. We just came and listened to you. നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. And we got the answer. നമുക്ക് ഉത്തരം കിട്ടി. The reason the left front and the BJP cannot get this answer is because they don't believe you have it. അവർക്ക് ഇത്തരമൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ്. അവർ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ലാത്തത് കൊണ്ടാണ്, ജനങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. We believe that you have wisdom and we have to understand what you're trying to tell us. നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വിവേകമുണ്ട്. ആ ജനങ്ങൾ പറയുന്നത് വിശ്വസിക്കണം, അവർ പറയുന്നത് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. They believe that they have wisdom and they have to tell you. അവർ വിശ്വസിക്കുന്നത്, BJP-യും CPM വിശ്വസിക്കുന്നത് അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ, വിവേകശാലികൾ. അതുകൊണ്ട് അവർക്ക് വേറെ ആരെയും കേൾക്കേണ്ട കാര്യമില്ല, നിങ്ങളെ കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. And I guarantee you they're not getting any solution possible. It cannot be. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കോട് ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുകയാണ്. Because wisdom lies with the people of Kerala and not with an organization. നിസ്സാരം, വളരെ പ്രധാനപ്പെട്ട കാര്യം, കാഴ്ചപ്പാടുകൾ കിടക്കുന്നത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെ മുന്നിലുമാണ്, അതല്ലാതെ ഏതെങ്കിലും സംഘടനയിലല്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു. And that is what we accept. That is what we accept. അതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. The final thing I would like to tell you is that at this particular point, economic disaster, joblessness, India and Kerala need to be united. ഈ സമയത്ത് എനിക്ക് പറയാനുള്ള അവസാനത്തെ കാര്യം, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെയും തൊഴിലില്ലായ്മ രൂക്ഷമായും കാര്യത്തിൽ ഇന്ത്യയും കേരളവും ഒന്നിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. We have to solve this problem first. നമുക്ക് ഈ പ്രശ്നങ്ങളാണ് ആദ്യം പരിഹരിക്കേണ്ടത്, സാമ്പത്തിക പ്രശ്നവും തൊഴിലില്ലായ്മയും. And that is why think about the people that try to divide you. നിങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. Think about the people who spread hatred and violence. വിദ്വേഷവും അക്രമവും പരത്താൻ ശ്രമിക്കുന്ന ശക്തികളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. Think about whether it will be useful for Kerala and India to be divided, to be angry, to be hateful. നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ വിദ്വേഷവും അതുപോലെ അക്രമവും വിഭജനവും നടത്തുന്നതാണോ കേരളത്തിൽ നല്ലത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. You have a history here in Tunani. ഇവിടെ നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്. This is the soil of the father of the Malayalam language. The soil of the father of the Malayalam language. മലയാള ഭാഷയുടെ പിതാവിന്റെ പുണ്യഭൂമിയാണ്, ജന്മം കൊണ്ട് പുണ്യഭൂമിയാണ് ഈ ഭൂമി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And you have a particular tradition. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സംസ്കാരമുണ്ട്, a particular understanding, ഒരു പ്രത്യേകമായിട്ടുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്, a particular wisdom. ഒരു പ്രത്യേകമായിട്ടുള്ള വിവേകം നിങ്ങൾക്കുണ്ട്. And you must use that wisdom to decide who is going to run the next government. അതുകൊണ്ട് നിങ്ങൾ ആ വിവേകം നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ ആ ബുദ്ധിശക്തി ഉപയോഗിക്കുക. അതിലൂടെ അടുത്ത ഗവൺമെന്റ് ആർക്ക് നൽകണമെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. Thank you very much for coming here this evening. വളരെ നന്ദി ഇവിടെ വന്നതിന്. Finally, I'd like to say
that this time we have got 55% young candidates. അവസാനമായി ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് 55% ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെയാണ് ഐക്യജനാധിപത്യ മുന്നണി. And both our candidates here are young. സ്ഥാനാർത്ഥികളെ ഒന്ന് നോക്കൂ. You can see they are young fellows. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറുപ്പക്കാർ. And this is an investment for the future. ഇതാണ് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. It's a long-term investment. ഇതൊരു വളരെ വളരെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമായി മാറിയിരിക്കും. There are also many experienced people here. രാജീവ് ഗാന്ധിയെയും ബഹുമാന്യനെ രാഹുൽജിയെയും സ്വീകരിച്ച 3 മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. സേതു മുഹമ്മദ് തങ്ങൾ, ശ്രീധർ മാസ്റ്റർ, കടവനാട് മുഹമ്മദ്. ഈ യോഗത്തിൽ നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീധർ മാസ്റ്ററെ ക്ഷണിക്കുന്നു. നമ്മുടെ പൊന്നാനി തവനൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ശ്രീ AM രോഹിത്, ഫിറോസ് കുന്നംപറമ്പിൽ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വിജയമാക്കിയ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഇവിടെ കൂടിയ ഈ പ്രസംഗം ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.